Thank you, friends, for joining. Thank you for watching this live. ഇന്ന് മംഗളവാർത്ത ശ്രവിച്ച പരിശുദ്ധ മറിയം യഹൂദ മലനാട്ടിലെ തന്റെ ചാർച്ചക്കാരിയായ എലിശബത്തിന്റെ വീട്ടിലേക്ക് ബന്ധപ്പെട്ടു പോവുകയും എലിശബത്തിനെ കാണുകയും ചെയ്യുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള ഭാഗങ്ങളിൽ നമ്മളത് വായിക്കുന്നു. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സഖറിയാവിന്റെ വീട്ടിലെത്തി എലിശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ സുവിശേഷ ഭാഗം നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഹൈലൈറ്റ് ചെയ്യേണ്ട വിഷയം, എലിശബത്ത് പരിശുദ്ധാത്മപൂരിതയായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിശബത്ത് വിളിച്ചു പറഞ്ഞു, ഇതാ എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഇതാണ് സഭയുടെ വിശ്വാസം. പരിശുദ്ധ മറിയം, ഹോളി തിയോട്ടോക്കോസ്, ദൈവപ്രസവിത്രി, ദൈവമാതാവെന്നുള്ള ആ വിളിപ്പേര് സഭ നൽകുന്നത് പരിശുദ്ധ റൂഹായിൽ നിറഞ്ഞവളായി എലിശബത്ത് പറഞ്ഞതാണ്. ഈ ഭാഗം, ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായമൊക്കെ സ്കിപ്പ് ചെയ്ത് വായിക്കുന്ന ഒരു ശീലമാണ് പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ളത്. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം, അനേകർ ആ വിശ്വാസത്തെങ്കിൽ ഇടറിപ്പോവുകയാണ്. അപ്പൊ അത് സത്യവിശ്വാസമാണ്. അത് സുറിയാനി സഭയ്ക്ക് മാത്രം ഉള്ള വിശ്വാസമാണ്. സുറിയാനി സഭ മാത്രം ഹോൾഡ് ചെയ്യുന്ന വിശ്വാസമാണ്. വേറൊരു സഭയുടെയും തിയോളജിയിൽ അത് ഫിറ്റ് ആവുകയില്ല. ചിലരൊക്കെ അവകാശപ്പെടും അവർ ദൈവമാതാവാന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ആക്ച്വലി ദേ ഡോണ്ട് ബിലീവ്. അവരങ്ങനെ വിശ്വസിക്കുന്നില്ല. ദൈവശാസ്ത്രപരമായി സുറിയാനി സഭ മാത്രം ഹോൾഡ് ചെയ്യുന്നു. ലോകത്ത് അനേക ക്രിസ്തീയ വിഭാഗങ്ങളുണ്ടെങ്കിലും ഉപദേശത്തിൽ പരിശുദ്ധ മറിയം ദൈവമാതാവാണെന്ന് വിശ്വസിക്കുന്നവർ ഈ ഒരു വിഭാഗം മാത്രമാണ്. അതായത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ മാത്രം വിശ്വാസമാണ് പരിശുദ്ധ മറിയം ദൈവമാതാവാണ് എന്നുള്ള വിശ്വാസം. പിന്നെ പറയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? ഇറ്റ് ഈസ് എ ഹോണർ ആൻഡ് പ്രിവിലേജ്. പരിശുദ്ധ അമ്മ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പദവിയാണ്, വലിയൊരു അംഗീകാരമാണ്, വലിയൊരു മാന്യതയാണ്, വലിയൊരു ബഹുമാനമാണ് എന്നൊക്കെയാണ് എലിശബത്ത് പറയുന്നത്. ഇത് എലിശബത്ത് ചുമ്മാ വൈകാരികമായിട്ടങ്ങ് നമ്മുടെ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ ടേം അനുസരിച്ച് ചുമ്മാ അങ്ങ് തള്ളിവിടുന്നതല്ല. കാരണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായിട്ട് എലിശബത്ത് പറയുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം, പരിശുദ്ധ അമ്മയെ വീട്ടിൽ സ്വീകരിക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ ആഗമനം,
അത് വലിയൊരു മാന്നം ആണ് എന്നുള്ളതാണ്. നമുക്ക് വലിയ മാന്യതയെ കൊണ്ടുവരുന്ന അഭിമാനകരമായ ഒരു നിമിഷമാണ് പരിശുദ്ധ അമ്മയെ വീട്ടിൽ സ്വീകരിക്കുന്നത്. മറ്റൊന്ന് പിന്നെ പറയാണ്, നിന്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. അപ്പൊ നമ്മുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും നൊമ്പരങ്ങളിലും നിരാശകളിലും യഹൂദ മര്യാദ പ്രകാരം വന്ദനം ചെയ്യുമ്പോൾ പ്രതിവന്ദനം ചെയ്യും. അപ്പൊ നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്നുള്ളത് ഒരു വന്ദനസ്വരമായി യഹൂദ മര്യാദ പ്രകാരമുള്ളൊരു വന്ദനമാണ്. നമ്മൾ വന്ദനം ചെയ്യുകയാണ്. കാരണം ദൂതൻ മറിയത്തെ അങ്ങനെ വന്ദനം ചെയ്തപ്പോൾ മറിയം പരിഭ്രമിച്ചു. സാധാരണക്കാരോട് പറയുന്ന വന്ദനം ഇറ്റ്സ് ആൻ അൺയൂഷ്വൽ ഗ്രീറ്റിംഗ് ആണ്. അൺയൂഷ്വൽ ഗ്രീറ്റിംഗ്. സമാധാനം അവർ പരസ്പരം വന്ദനം ചെയ്യുന്നതാണ്. ശ്ലോമോ അലൈക്കോൻ. അപ്പോ അത് മോഷ്ടിച്ചാണ് പിന്നീട് മുസ്ലിങ്ങൾ ഇസ്ലാം അലൈക്കും എന്നൊക്കെയുള്ള വന്ദനസ്വരം ഉണ്ടാക്കി. അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് സമാധാനം ആശംസിക്കുമ്പോൾ വിളിക്കുന്നത് കൃപ നിറഞ്ഞവളെ എന്നാണ്. അതാണ് മറിയത്തെ പരിഭ്രാന്തിയാക്കിയത്. കാരണം എന്തൊരു വന്ദനം, സമാധാനം പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്? കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് അവരും തിരിച്ചു വന്ദനം പറയും. നിങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ. അപ്പൊ ആരാണ് ആ വന്ദനം നമ്മളോട് പറയുന്നത്? പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വരം കേൾക്കുമ്പോൾ ഗർഭസ്ഥ ശിശു പോലും ആനന്ദ തുലിതനായി മാറുകയാണ്. ആരാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിശബത്ത് പറയുക. ബോഷ്ക്ക് പറയുന്നതല്ല, ചുമ്മാ വികാരത്തള്ളിച്ചയിൽ എന്തെങ്കിലും പറയുന്നതല്ല. ഇവിടെ എലിശബത്ത് പറയാണ്, നിന്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ ഗർഭസ്ഥ ശിശു പോലും ആനന്ദം കൊണ്ട് തുള്ളുകയാണ്. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. പരിശുദ്ധ റൂഹായിൽ നിറയുവാൻ നമ്മുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, ഇതിൽ ഇരിക്കുന്നവർ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറയുക. അപ്പോ ആത്മമണ്ഡലത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ പ്രത്യഭിവാദനം ചെയ്യും. പരിശുദ്ധ അമ്മയുടെ സ്വരം നമ്മുടെ ദുഃഖങ്ങളെ മായ്ക്കും, നമ്മുടെ സങ്കടങ്ങളെ നീക്കും. നമ്മിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മിലേക്ക് ഒഴുകി വരിക. പരിശുദ്ധ റൂഹായിൽ നിറയുവാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് പരിശുദ്ധ അമ്മയെ വന്ദനം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. അതുകൊണ്ടാണ് ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവരിങ്ങനെ ഈ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം അതിങ്ങനെ ആവർത്തിക്കുമ്പോൾ ചൊല്ലി വയ്ക്കും. എന്തിനാ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആവർത്തിക്കുന്നതിന് അഭിവാദന സ്വരം നമ്മിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രയോജനം. അതൊരു ജൽപ്പനമാകാതെ സൂക്ഷിക്കുക, ഹൃദയപൂർവ്വം ചൊല്ലുക. ഇവിടെ എന്താണ് സംഭവിച്ചത്? പരിശുദ്ധ മറിയത്തോട് ദൂതൻ പറയുകയാണ്, നീ ഗർഭവതിയായി മകനെ പ്രസവിക്കും. ഔട്ട് ഓഫ് വെറ്റ്ലോക്ക്, വിവാഹ ഉടമ്പടിക്ക് പുറത്താണ് ഗർഭവതിയാകുന്നത്. ഇറ്റ് വാസ് എ സീരിയസ് ഒഫൻസ്. അത് വളരെ വലിയൊരു ഒഫൻസാണ്. 2000 വർഷം മുമ്പുള്ള യഹൂദന്മാരുടെ ഇടയിൽ വളരെ ഗൗരവതരമായ ഒരു കുഴപ്പത്തിലാണ് പരിശുദ്ധ അമ്മ നിപതിച്ചിരിക്കുന്നത്.
വിവാഹ ബന്ധത്തിന് പുറത്ത് ഗർഭവതിയാവുക. ഇവിടെ നമ്മൾ പറയുമ്പോൾ യേശു കർത്താവിന്റെ പഴയ നിയമത്തിലെ നിഴലുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം യോസെഫിനെ കുറിച്ച് സംസാരിച്ചു. യോസഫാണ് പെർഫെക്റ്റ് ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ടൈപ്സ് പലതുണ്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇസഹാക്ക് യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. കാരണം ഇസഹാക്കിനെ അബ്രഹാം ബലി കഴിക്കാൻ പോകുന്നത്, ഇസഹാക്ക് അബ്രഹാമിന്റെ മകനായിട്ടിരിക്കുന്നു. അങ്ങനെ കുറെ താരതമ്യങ്ങൾ. അതുപോലെ യോസഫ് ഏറ്റവും ബെസ്റ്റ് ടൈപ്പാണ്. 100 പാരലൽസ് ആണ്. അപ്പൊ യോസഫും യേശുവുമായിട്ട് 100-ലധികം സാമ്യങ്ങളുണ്ട്. യോസഫിന്റെ വലതുഭാഗത്ത് യോസഫിന്റെ പിതാവും സഹോദരന്മാരും കാണുന്നത് ഒരു ജാതികളിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് യോസഫിന്റെ ഭാര്യയായിട്ട് നിൽക്കുന്നത്. അതേപോലെ ക്രിസ്തുവും തന്റെ മണവാട്ടിയായി ജാതികളിൽ നിന്നുള്ള സഭയെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ വിവാഹ ശുശ്രൂഷ പാടുമ്പം സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൻ സൂനു നൃപതി ശലോമോൻ വിമല സഭേ നിന്നെ വാഴ്ത്തുന്നു, നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു, വസന സുഗന്ധം നീസാൻ കുസുമസമം, സഭയെ സകലവിധം സുമുഖി നീ കറ തീണ്ടാത്തോ. ഈ പാട്ട് പാടുമ്പോ അവിടെ പറഞ്ഞ സുന്ദരികളിൽ അതിസുന്ദരി ജാതികളിൻ സൂനു. രാജാവായ ശലോമോൻ നിന്നെയാണ് വാഴ്ത്തുന്ന, വിശുദ്ധ സഭയെ നീ കറയില്ലാത്തവളാകുന്നു. അപ്പൊ നൃപതി ശലോമോൻ വിമല സഭയെ നിന്നെ വാഴ്ത്തുന്നു. അപ്പൊ ജാതികളിൽ നിന്നുള്ള മണവാട്ടി, ജാതികളിൽ നിന്നുള്ളൊരു മണവാട്ടി. മോശ ക്രിസ്തുവിന്റെ ടൈപ്പായിരുന്നു പഴയ നിയമത്തിൽ. ക്രിസ്തുവിന്റെ ബോവസ്, ക്രിസ്തുവിന്റെ പല ടൈപ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഈ ടൈപ്പും ആന്റി ടൈപ്പും പഠിക്കുമ്പോൾ ചില ആളുകൾ വിമർശിക്കും, ദാവീദ് ക്രിസ്തുവിന്റെ നേരിലാണ്, പിന്നെ ദാവീദ് അങ്ങനെ വ്യഭിചാരം ചെയ്ത്. നമ്മൾ ക്രിസ്തുവിനെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാ സ്വഭാവങ്ങളും, അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പുറം ഒത്തുവരുമെന്നല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ക്രിസ്തു സംഭവത്തിന്റെ ഒരു ഒരു നിഴലാട്ടം, ഒരു ചലക്ക്, ഒരു നിഴലാട്ടം, എ ഗ്ലിംസ് നമ്മൾ കാണുകയാണ്. അതിനെയാണ് പറയുന്നത്. ദാവീദിന്റെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്ന ഒരു പാരലൽ ജനനവുമായിട്ട് ബന്ധപ്പെട്ടാണ്, തൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം കർത്താവ് ഒരുപാട് നിന്ദിക്കപ്പെട്ടു ജനനവുമായി ബന്ധപ്പെട്ട്. കാരണം പരസംഗത്താൽ ജനിച്ചവൻ എന്ന് കർത്താവിനെ യഹൂദന്മാർ വിളിച്ചിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 41-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. ജോൺ 8:41. അവിടെ എഴുതിയിരിക്കുകയാണ്, ഞങ്ങളാരും പരസംഗത്തിൽ ജനിച്ചവരൊന്നും അല്ല. യേശുവിനോട് നീ പരസംഗത്തിൽ ജനിച്ചവനാണെന്ന് യഹൂദന്മാർ അക്യൂസ് ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ വെരി ഏർലി ചൈൽഡ്ഹുഡ് തൊട്ട് ഇങ്ങനെ കർത്താവ് കേട്ടുകൊണ്ടിരുന്ന ഒരു അപമാനകരമായ നിന്ന, പരിഹാസം, അപമാനം, തുച്ഛീകരിക്കപ്പെട്ടവനാണ് കർത്താവ്. അതുപോലെ തന്നെയാണ് ദാവീദും ചെറുപ്പം മുതൽ സ്വന്തം വീട്ടിൽ നിന്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും തുച്ഛീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ തുച്ഛീകരിക്കപ്പെട്ട ഒരു ജീവിതമാണ് ദാവീദിന്റെ ജീവിതം. നിങ്ങൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 51-ാം സങ്കീർത്തനം നമ്മുടെ പ്രാർത്ഥനയിൽ പതിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു മസമൂറയാണ്. അത് ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള വാക്യമാണ്. അതാണ്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന്. അപ്പം പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് എന്നെ പറയുന്ന ആ വാക്യം വായിക്കുമ്പം ഒരുപാട് ആളുകൾ അതുകൊണ്ട് വലിയ വലിയ തിയോളജി ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക തിയോളജിയിൽ അത് ജന്മപാപമാണ് എന്നൊക്കെ ഞാൻ കത്തോലിക്ക തിയോളജി പഠിച്ചപ്പോൾ ആ വാക്യം അവർ ഉദ്ധരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സെന്റ് അഗസ്റ്റീനൊക്കെ അത് ജന്മപാപമാണ്, അത് പാപത്തിൽ. അപ്പൊ എന്താണ് ലൈംഗിക ബന്ധം പാപമാണ് എന്നൊക്കെ, ശാരീരിക ബന്ധം പാപമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിശ്വാസം രൂപപ്പെടുത്തുവാനൊക്കെ ആ വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ 51-ാം സങ്കീർത്തനത്തിൽ
പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ദാവീദ് എഴുതാനുണ്ടായ കാരണം, പശ്ചാത്തലം, അത് ദാവീദിന്റെ ലൈഫ് നമ്മൾ പഠിക്കുമ്പോഴാണ് അതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകുന്നത്. പാപത്തിൽ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചു, എന്താണത്? അപ്പൊ സ്ത്രീ പുരുഷ ബന്ധം, ശാരീരിക ബന്ധം പാപമാണെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല. കാരണം ദൈവം വിശുദ്ധീകരിച്ചതാണ്, ദൈവം യോജിപ്പിച്ചതാണ്. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോഴാണല്ലോ എബ്രായ ലേഖനം നോക്കുമ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമാണ്, നിങ്ങളുടെ മക്കൾ വിശുദ്ധരാണ് എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഒരിക്കലും സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം പാപമല്ല. മറിച്ച് ദാവീദ് എന്താണ് പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് എഴുതാൻ സംഗതി ആയതിന്റെ കാരണം, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് നമ്മൾ യഹൂദന്മാരുടെ പാരമ്പര്യത്തിലാണ് നമ്മൾ ഇതിന്റെ വിശദീകരണം കാണുന്നത്. ജൂവിഷ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ജൂവിഷ് എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ എഴുതിയത്. ദാവീദ് അങ്ങനെ എഴുതാനുള്ള കാര്യം മിദ്രാഷിനകത്ത്, അവരുടെ മിദ്രഷിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ബാബിലോണിയൻ തൽമൂദ്, മിദ്രാഷ്, ഇത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ദാവീദിന്റെ കുടുംബ ചരിത്രം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവിടെ കാണാം. ഇവിടെ ഈ രൂത്തിന്റെ പുസ്തകം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പുസ്തകം, പ്രത്യേകിച്ച് പെന്തക്കോസ്തി പെരുന്നാളിനൊക്കെ നമ്മൾ വായിക്കുന്ന പുസ്തകമാണ്. രൂത്തിന്റെ കഥയിൽ നിന്നാണ് ദാവീദിന്റെ കുടുംബ ചരിത്രത്തിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകുന്നത്. രൂത്ത് മൊവാബ്യ സ്ത്രീയായിരുന്നു. അപ്പൊ മൊവാബ്യരുടെ കഥ നമ്മൾ പുറകോട്ട് പോയി കഴിയുമ്പോൾ ലോത്തിന്റെ ചരിത്രത്തിൽ ചൊല്ലും. അങ്ങ് അബ്രഹാമിൽ ചെന്ന് നിൽക്കും. അബ്രഹാമിന്റെ സഹോദരനായ അല്ലെ സഹോദരന്റെ പുത്രനായ ലോത്തിന്റെ 2 പെൺമക്കൾ, ലോത്തിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വർഗം പിന്നീട് മൊവാബ്യരും അമോര്യരുമായി. പിന്നീട് നമുക്ക് കാണാം മൊവാബ്യർ അത്രമാത്രം വെറുക്കപ്പെട്ടവരും ശപിക്കപ്പെട്ടവരും തിരസ്കരിക്കപ്പെട്ടവരും അയിത്തം കൽപ്പിക്കപ്പെട്ടിരുന്നവരാണ്. യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനൊരു പതിവുണ്ടായിരുന്നു. ഒരു മൊവാബ്യ സ്ത്രീയെ വേണേ ഒരു യഹൂദന് വിവാഹം കഴിക്കും. പക്ഷെ ഒരിക്കലും ഒരു യഹൂദ സ്ത്രീയെ മൊവാബ്യ പുരുഷന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പൊ ഒരിക്കലും യഹൂദ സ്ത്രീയെ മൊവാബ്യർക്ക് കൊടുക്കാൻ പാടില്ല. മൊവാബ്യ സ്ത്രീയെ വേണേ യഹൂദന് ഭാര്യയായിട്ട് എടുക്കാം. രൂത്ത് എന്ന മൊവാബ്യ സ്ത്രീ, നമുക്കറിയാം, എലിമലേക്കിന്റെ മക്കളായ കില്യോനും മഹലോനും അവര് മൊവാബിൽ ചെല്ലുകയും അവിടുന്ന് മൊവാബ്യ സ്ത്രീകളെ ഭാര്യമാരാക്കുകയും ചെയ്തു. മൊവാബ്യ സ്ത്രീകളെ ഭാര്യമാരാക്കുകയും ചെയ്തു. ഇത് ഈ യഹൂദന്റെ മാത്രം പ്രത്യേകതയല്ല, ഈ എക്സ്ക്ലൂസീവ് റിലീജിയൻ പെട്ട, അതായത് ഇവരുടെ എല്ലാം ഒരു പൊതു സ്വഭാവമാണ്. അപ്പൊ അത് തന്നെയാണ് ഈ മുസ്ലിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഏത് ജാതിയിൽപ്പെട്ടവരെ അവർക്ക് ഭാര്യമാരാക്കാൻ പറ്റും. പക്ഷെ അവരുടെ പെണ്ണുങ്ങളെ അവരെന്ത് ചെയ്യാണ്? വളരെ ഭദ്രമായി പൊതിഞ്ഞ് സൂക്ഷിക്കുക. ഇതേ ഒരു സിസ്റ്റമാണ് യഹൂദനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ബോവസ് രൂത്തിനെ വിവാഹം കഴിച്ചു. ആദ്യ രാത്രിയിൽ തന്നെ ബോവസ് ഹൃദയാഘാതം വന്ന് മരിച്ചുപോയി എന്നാണ് മിദ്രഷ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, യഹൂദന്റെ പാരമ്പര്യം പറയുന്നു. അപ്പോ ആദ്യത്തെ രാത്രിയിൽ രൂത്തുമായിട്ട് ശയിച്ചപ്പോൾ തന്നെ ബോവസ് എന്ന വൃദ്ധൻ മരിച്ചുപോയി. പക്ഷെ അന്ന് ആ രാത്രി കൊണ്ട് തന്നെ രൂത്ത് ഗർഭവതിയായിരുന്നു. അങ്ങനെ രൂത്ത് പ്രസവിച്ചാണ് ഓബേദ്. ഓബേദിന്റെ മകനാണ് ഈശായി. ഈശായുടെ മകനാണ് ദാവീദ്. അപ്പൊ ദാവീദിന്റെ വല്യമ്മയായിട്ട് വരും രൂത്ത്. ഇതാണ് അവരുടെ കുടുംബ ചരിത്രം. ഈ ഈശായി ഒരു യഹൂദ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവളുടെ പേര് നിസ്ബത്ത് എന്നായിരുന്നു. നിസ്ബത്ത് എന്ന യഹൂദ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയാൾക്ക് 7 മക്കളുണ്ടായി. അങ്ങനെ ദാവീദിന്റെ ചേട്ടന്മാർ 7 മക്കൾ. 7 മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ഏതോ പ്രവാചകന്മാരും ഈ കാത്തിരിപ്പ് യോഗക്കാരും കൂട്ടായ്മക്കാരും ഒക്കെ നമ്മുടെ ആളുകളോട് ഓരോന്ന് പറയല്ലോ, അതുകൊണ്ട് അതൊരു ദോഷമാണ്, ഇതൊരു ദോഷം. അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഈ പ്രശ്നം വെക്കുന്നവർ, കണിയാന്മാര് അല്ലെങ്കിൽ ജ്യോത്സ്യന്മാര്, ആ ഗേറ്റ് അവിടെ ഇരിക്കുന്നത് ശരിയല്ല, ഈ വാതിൽ അവിടെ ഇരിക്കുന്നത് ശരിയല്ല, ഈ മുറി അവിടെ ഇരിക്കുന്നത് ശരിയല്ല, ഈ അടുക്കള ഇവിടെയല്ല, ഈ കക്കൂസ് അവിടെയല്ല, ഇങ്ങനെയൊക്കെ പലരും പറയും, വാസ്തു നോക്കി. അപ്പൊ അങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഏതോ ഒരു സോഴ്സിൽ നിന്ന് ഈശായിക്ക് ഒരു അറിവ് കിട്ടി, ഈ യഹൂദ പെൺകുട്ടികളെ മൊവാബ്യർ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പൊ ഈശായി ചിന്തിച്ചപ്പോൾ തനിക്കൊരു മൊവാബ്യ ബ്ലഡ് ഉണ്ട്.
കാരണം തൻ്റെ വല്യമ്മ രൂത്ത് മൊവാബി സ്ത്രീയാണ്. അപ്പൊ മൊവാബി ബ്ലഡ് തന്നിലുള്ള താൻ ഒരു യഹൂദ പെൺകുട്ടിയായ നിസ്ബത്തിനെ അശുദ്ധയാക്കി അവളോടുകൂടെ ശയിക്കുന്നതിലൂടെ അവളെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മോശക്കാരിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർത്ത് അവളെ ഫ്രീ ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവളുമായിട്ടുള്ള ബന്ധം ഈശായി അവസാനിപ്പിച്ചു. അതായത് ഈശായുടെ മൂത്ത 7 മക്കളുടെ മാതാവായിരിക്കുന്ന നിസ്ബത്ത് എന്ന യഹൂദ സ്ത്രീയെ ഈശായി മനഃപൂർവ്വമായി ഉപേക്ഷിച്ച്, അവളോട് പിണക്കമുണ്ടായിട്ടല്ല, അവളെ വിശുദ്ധയായി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവളെ വളരെ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പറഞ്ഞ് അയച്ചു. തന്റെ കൃഷിസ്ഥലത്തിനോട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് മാറ്റി പാർപ്പിച്ചു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈശായി ചെയ്തൊക്കെ പാപമാണെന്ന് ഈശായിക്ക് തോന്നാൻ പോയി. എന്തോ ഒരു ന്യൂ ജനറേഷൻ കൾട്ട്, അന്നത്തെ കാലത്തെ കൾട്ടിൽ പെട്ടുകയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഇനിയിപ്പോ തനിക്ക് എന്താണ് ഒരു മാർഗം? അപ്പോ താനൊരു മൊവാബിയന്റെ ബ്ലഡ് ഉള്ളത് കൊണ്ട് ജൂവിഷ് പ്രൊസലൈറ്റ്സിനെ വിവാഹം കഴിക്കുന്നത് അന്നത്തെ നിയമം അനുവദിച്ചു. അതായത് യഹൂദ മതാനുസാരി ആയിരിക്കുന്നു. അപ്പൊ മറ്റ് ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിൽ നിന്ന് ഒരു മകനെ ജനിപ്പിച്ചാൽ തന്റെ ലെജിറ്റിമേറ്റ് അവകാശിയാക്കി, പിന്നെ സക്സസറാക്കി ഒരു മകൻ, ഒരു ലെജിറ്റിമേറ്റ് ഡിസെൻഡന്റിനെ ജനിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും അവിടെ ഒരു കനാന്യ സ്ത്രീ, യഹൂദ മതം സ്വീകരിച്ച ഒരു കനാന്യ സ്ത്രീ ഉണ്ടായിരുന്നു വീട്ടുവേലക്കൊക്കെ നടക്കുന്നത്. അങ്ങനെ ആ കനാന്യ സ്ത്രീയെ സമീപിച്ച് ഈശായി തന്റെ ആവശ്യം അറിയിക്കുകയും അങ്ങനെ ആ കനാന്യ സ്ത്രീ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കനാന്യ സ്ത്രീ, ജൂവിഷ് പ്രൊസലൈറ്റ് ആയിരിക്കുന്ന ആ കനാന്യ സ്ത്രീയിൽ നിന്ന് ഒരു മകനെ ജനിപ്പിക്കുവാൻ, ഒരു സന്തതിയെ ജനിപ്പിക്കുവാൻ ഈശായി തീരുമാനിക്കുകയും അതിനുവേണ്ടി സമയം നിശ്ചയിക്കുകയൊക്കെ ചെയ്തു. ഈ കനാന്യ സ്ത്രീ ഈശായുടെ ആദ്യത്തെ ഭാര്യയായ നിസ്ബത്തിന്റെ വളരെ ഒരു അടുപ്പക്കാരിയായിരുന്നു. ഈ സ്ത്രീ ചെന്ന് അവളുടെ പൂർവ്വ ഭർത്താവ് ഇതുപോലൊരു ആവശ്യം ഉന്നയിച്ച് തൻ്റെ അടുക്കൽ വന്നു എന്നുള്ളത് അറിയിക്കുകയും അങ്ങനെ ഈ നിസ്ബത്തും ഈ കനാന്യ സ്ത്രീയും ചേർന്ന് ഈശായിയെ അവർ ഈ കനാന്യ സ്ത്രീയോടുകൂടെ ശയിക്കാൻ ക്ഷണിക്കുകയാണ്. ആ രാത്രിയിൽ ഈശായിയെ മദ്യപിപ്പിക്കുകയും അങ്ങനെ കനാന്യ സ്ത്രീക്ക് പകരം നിസ്ബത്ത് തന്നെ ഈശായിയുടെ കൂടെ ശയിക്കുകയും അന്ന് രാത്രി നിസ്ബത്ത് ഗർഭിണിയാവുകയും ചെയ്തു. ആ ബന്ധത്തിൽ ഉണ്ടായതാണ് ദാവീദ്. ഈശായി തിരിച്ചുപോയി പിന്നീടാണ് നിസ്ബത്ത് ഗർഭിണിയായി എന്നുള്ളത് അറിയുന്നത്. നാട്ടിലൊക്കെ പാട്ടായി അത് വ്യഭിചാര സന്തതിയാണ്. കാരണം നിസ്ബത്തുമായിട്ട് താൻ പോയി ശയിച്ചതിനെ പറ്റി ഈശായിക്ക് യാതൊരു അറിവുമില്ല, ഓർമ്മയില്ല. നിസ്ബത്താകട്ടെ അത് പറഞ്ഞിട്ടുമില്ല, അത് മറച്ചു വെച്ചു. അങ്ങനെ ഇവരെ പൂർണ്ണമായും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ആട്ടിക്കളയുകയും ചെയ്തു. അങ്ങനെ കാട്ടില്, അന്നത്തെ കാലത്ത് ഈ കൃഷിസ്ഥലമൊക്കെ വീടിൽ നിന്ന് ഒരുപാട് അകലെ കാടിനോട് ചേർന്നാണ്. അങ്ങനെ കളത്തിൽ ഒരു കുടിലിലാണ് ദാവീദും അമ്മയും വളർന്നത്. പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, നാട്ടുകാരാണെങ്കിൽ എല്ലാവരും ഇവരെ വ്യഭിചാര സന്തതി, ജാരസന്തതി എന്നാണ് ദാവീദിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പാപത്തിൽ ജനിച്ചവൻ, പാപത്തിൽ പിറന്നവൻ, വ്യഭിചാരത്തിൽ ജനിച്ചവൻ. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദാവീദ് ആ സങ്കീർത്തനം എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞ ഔട്ട് ഓഫ് വെറ്റ്ലോക്ക്, വിവാഹ ബന്ധത്തിന് പുറത്ത് ഗർഭം ധരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഇത് ജന്മപാപമോ തേങ്ങാക്കൊലയോ ഒന്നും അല്ല. ഇതൊക്കെ ചുമ്മാ ഇരുന്ന ആളുകൾ ഇരുന്നങ്ങ് എന്താണ്. അതുകൊണ്ടാണ് എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾ കന്യനുമായി തീർന്നിരിക്കുന്നു. പട്ടണവാതിക്കൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നു. ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. ചേറ്റിൽ നിന്ന് എന്നെ കയറ്റണമേ, യഹോവയെ എനിക്ക് ഉത്തരമരുളണമേ. എനിക്കുള്ള ലജ്ജയും നിന്നയും അപമാനവും നീ അറിയുന്നു. നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ആർക്കും തോന്നിയില്ല. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു. എൻ്റെ ദാഹത്തിന് അവർ ചൊറുക്കാ കുടിപ്പാൻ തന്നു. അപ്പൊ ദാവീദ് ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കും. അപ്പൊ അവന് മാറ്റി ഭക്ഷണം കൊടുക്കും. ഇതൊക്കെ യഹൂദ പാരമ്പര്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്. മറ്റ് ഇവൻ പാനപാത്രം നീട്ടി കൊടുക്കുമ്പോൾ എല്ലാവർക്കും വീഞ്ഞൊഴിച്ചു കൊടുക്കുമ്പം ദാവീദിന്റെ പാനപാത്രത്തിൽ ചൊറുക്കായാണ് ഒഴിച്ചു കൊടുക്കുക, കയ്പ് നീരാണ് ഒഴിച്ചത്. അവനെ കളിയാക്കി ഒച്ചത്തിച്ചിരിക്കും. അങ്ങനെ വിശപ്പും ദാഹവും അപമാനവും നിന്ദയും ഒക്കെ സഹിച്ച ഒരു ബാല്യകാലമാണ് ദാവീദിനുണ്ടായിരുന്നത്. കൂടുതൽ മൃഗങ്ങളോട്, ആടുകളോട് സഹവസിച്ചു. ആടുകളോട് കൂടെ പാട്ടും പാടി ആ വനത്തിന്റെ ഏകാന്തതയിൽ നടക്കുകയാണ് ദാവീദ്. ഒറ്റപ്പെട്ടവനായി, അലഞ്ഞു തിരിയുന്നവനായി, അധിക്ഷേപിക്കപ്പെട്ടവനായി, അപമാനിക്കപ്പെട്ടവനായി, നിന്ദിക്കപ്പെട്ടവനായി, ഉപേക്ഷിക്കപ്പെട്ടവനായി,
തള്ളപ്പെട്ടവനായി നടക്കുന്ന ദാവീദ്. പിന്നീട് അവരുടെ ചരിത്രം നമ്മൾ വായിച്ചു കഴിയുമ്പം ആ ദാവീദിനെ മരിക്കാറായി കിടക്കുന്ന മുതുമുത്തശ്ശി രൂത്ത് കാട്ടിൽ അന്വേഷിച്ചു വന്ന് തപ്പിപ്പിടിച്ച് ദാവീദിനെ അനുഗ്രഹിക്കുന്നു. അത് മറ്റൊരു സ്റ്റോറിയാണ്. അപ്പൊ ഈ ദാവീദിന്റെ ഈ പശ്ചാത്തലം ഇതാണ്. ദാവീദ് യഥാർത്ഥത്തിൽ ഈശായുടെ മകൻ തന്നെയായിരുന്നു. പക്ഷെ ഈശായി അത് തിരിച്ചറിഞ്ഞില്ല, നാട്ടുകാരറിഞ്ഞില്ല, സഹോദരന്മാരറിഞ്ഞില്ല. എല്ലാവരും ഇവനെ ജാരസന്തതി എന്ന് കണ്ടു. അതുകൊണ്ടാണ് ശാമുവേൽ വന്ന് ഇസ്രായേലിന്റെ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ തിരക്കിയപ്പോൾ ഈശായുടെ മക്കൾ 7 പേരെ വിളിച്ച് ഈശായി ഇരുത്തി. അപ്പോഴാണ് ശാമുവേൽ പറഞ്ഞത്, ഇനി ആരുമില്ലേ? അപ്പോഴാണ് ശാമുവേൽ പറഞ്ഞത്, ഒരുത്തനുണ്ട്, ഏറ്റവും ഇളയവൻ. 7 മക്കളെ വീട്ടിൽ പുലർത്തുന്ന ഈശായി എന്തുകൊണ്ട് 8ാമനായ ഈ ദാവീദിനെ, ഏറ്റവും ഇളയവനെ കാട്ടിൽ ഉപേക്ഷിച്ചു? എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ദാവീദ് നിലവിളിക്കുകയാണ്. എല്ലാവരും 27-ാം സങ്കീർത്തനത്തിൽ. പിന്നെ ദാവീദിനെ വിളിച്ചുകൊണ്ടുവരുന്ന ഈ ശാമുവേൽ പറഞ്ഞിട്ടാണ്. ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. ഇതിനോട് സമാനമായ ഒരു ബാല്യകാലമാണ് യേശു കർത്താവിനുണ്ടായിരുന്നത്. യേശു കർത്താവും ഇതുപോലെ പരസംഗത്തിൽ ജനിച്ചതാണ്, വ്യഭിചാരപുത്രനാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റോറീസ് അന്ന് നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തീരെ ദാവീദിന്റെ അമ്മ അപമാനിക്കപ്പെട്ടതുപോലെ പരിശുദ്ധ അമ്മ അപമാനിക്കപ്പെട്ടു. ദാവീദ് അപമാനിക്കപ്പെട്ടതുപോലെ യേശു കർത്താവ് അപമാനിക്കപ്പെട്ടു, നിന്ന ചുമന്നു, അപമാനം ചുമന്നു. പിന്നീട് മുതിർന്നു കഴിഞ്ഞ് ഗോലിയാത്തിനെ കൊല്ലുകയും അങ്ങനെയൊക്കെയാണ് പിന്നെ ദാവീദ് രാജാവാവുകയും ദാവീദിനൊരു അംഗീകാരം ലഭിക്കുക. അപ്പോഴും ഈ ഒളിയമ്പുകൾ ദാവീദിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഈ വാക്കുകളുടെ മുന ദാവീദിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇത് തന്നെയാണ് യേശു കർത്താവിനെ നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കർത്താവ് മിറക്കിൾസ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യഹൂദന്മാർ വന്നിട്ട് ഞങ്ങളാരും പരസംഗത്തിൽ ജനിച്ചതല്ല എന്നൊക്കെ പറയുന്നത്. ഇതാണ് അതിന്റെ പശ്ചാത്തലം. അതുകൊണ്ട് 51-ാം സങ്കീർത്തനം ഇനി നിങ്ങൾ വായിക്കുമ്പം, പാപത്തിൽ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോഴേക്കും അയ്യോ നമ്മൾ ജനിച്ചത് പാപത്തിലാണ്, ഇത് നമ്മൾക്കെല്ലാം ഉള്ള വാക്യമാണ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പാപത്തിൽ ജനിച്ച, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതൊക്കെ കത്തോലിക്ക തിയോളജി അങ്ങനെയൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. പക്ഷേ അങ്ങനെ ഒരു ജന്മപാപത്തിലല്ല നിങ്ങൾ ജനിച്ചത്. ദാവീദ് ആ വാക്യം അങ്ങനെ എഴുതിയതിന്റെ പശ്ചാത്തലം ഇതാണ്. ദാവീദ് പാപത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ വെട്ട്ലോക്കിന് പുറത്ത് ജനിച്ചു എന്നുള്ള പൊതുധാരണയിൽ നിന്ന്, ആ അപമാനത്തിൽ നിന്ന്, ആ വേദനയിൽ നിന്ന് ദാവീദ് ഔട്ട് ഓഫ് ദാറ്റ് ആഗണി he wrote those lines in that psalm. So അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് തിയോളജിക്കലായിട്ടൊന്നും അവിടെ സംഭവിക്കുന്നില്ല. സ്ത്രീ പുരുഷ ബന്ധം ഒരിക്കലും പാപമല്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെയും മാതാവിന്റെയും മകനായിട്ട് ജനിച്ച് നിങ്ങൾ പാപത്തിൽ ജനിച്ചൊന്നുമല്ല. പാപത്തിൽ ജനിച്ചു എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞു മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം കാണുന്ന നിഷ്കളങ്കരായിട്ടാണ്, വിശുദ്ധരായിട്ടാണ്, ബ്ലെയിംലെസ് ആയിട്ടാണ്, കുറ്റഹീനരായിട്ടാണ്, കുറ്റരഹിതരായിട്ടാണ്, കളങ്കരഹിതരായിട്ടാണ്. എപ്പോഴാണ് നമ്മളെ കാണുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ത്രൂ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലൂടെ. ആദാമിലൂടെ നോക്കിയാൽ നമ്മൾ പാപികളും കുറവുള്ളവരും കുറ്റമുള്ളവരും ബലഹീനരും ദോഷികളും ദ്രോഹികളും ശത്രുക്കളും ഒക്കെയാണ്. പക്ഷേ ക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മെ കാണുന്നത്. ക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ നാം ഇന്നസെന്റ്, ബ്ലെയിംലെസ് ആൻഡ് ഹോളി, നിഷ്കളങ്കരും വിശുദ്ധരും കളങ്കമില്ലാത്തവരുമായി ദൈവം നമ്മെ കാണുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു കഴിയുമ്പം ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നത് നിങ്ങൾ വായിക്കുന്നുണ്ട്. ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് ദൈവം അവിടെ എന്താണ് പറയുന്നത്? 27-ാം വാക്യം, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. ഗോഡ് ബ്ലെസ്ഡ് ദം എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. എബ്രായ ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അവിടെ റൂട്ട് വേർഡ് ബറാക്ക് എന്നാണ്. ബറാക്ക് എന്ന വാക്ക് അതിന്റെ അർത്ഥം ടു നീൽ ഡൗൺ എന്നാണ്, മുട്ടുകുത്തുക. ബറാക്ക് ആരാധനയുടെ വാക്കാണ്, സ്തുതിയുടെ വാക്കാണ്. അതിൽ നമ്മൾ ബറാക്ക് മോർ എന്ന് നമ്മൾ ഈ സുറിയാനി ഭാഷ പറയുന്നത് ബറാക്ക് മോർ, ബറാക്ക് ആണ്. ബറാക്ക് മോർ എന്ന് നമ്മൾ പറയുന്നത് ഭവ്യതയോടെയാണ്, ഭക്തിയോടെയാണ്. വാഴ്ത്തണമേ. അപ്പൊ ദൈവം എന്ത് ചെയ്തു?
ബറാക്ക് എന്ന് പറഞ്ഞാൽ മുട്ടിന്മേൽ നിന്ന് ലാളിക്കുകയാണ്, മുട്ടിന്മേൽ നിന്ന്. ഇപ്പം ഒരു കുഞ്ഞ് ജനിച്ചു എന്ന വാർത്ത ദൂരത്ത് നിന്ന് കേട്ട് പിതാവ് വരികയാണ്. വരുമ്പോൾ തൻ്റെ ഭാര്യയുടെ അടുക്ക കിടക്കുന്ന ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ ഭാര്യയുടെ കുഞ്ഞിന്റെ അടുക്കലേക്ക് പിതാവ് മുട്ടുകുത്തിയിരിക്കുകയാണ്. മുട്ടുകുത്തി കുനിഞ്ഞ് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്ന് അതിനെ ചുംബിക്കുകയാണ്. ടു കിസ്. അതുകൊണ്ടാണ് വർഷിപ്പിന് ഗ്രീക്ക് ഭാഷയിൽ പ്രോസ്കിനിയോ എന്ന വാക്കാണ്. ആ പ്രോസ്കിനിയോ എന്ന വാക്കിന്റെ റൂട്ട് മീനിങ് ടു കിസ് എന്നാണ്, ചുംബിക്കുക. അപ്പം ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ചുംബിക്കുകയാണ്, വർഷിപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1:27 ശരിയായ അർത്ഥത്തിൽ വായിച്ചാൽ ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിലും ദൈവം അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ലാളിച്ചു എന്നാണ് യഥാർത്ഥ അർത്ഥം. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം അവനെ എന്ത് ചെയ്തു? അഡോർ ചെയ്യാണ്, വർഷിപ്പ് ചെയ്യാണ്. എന്താണ് വർഷിപ്പ്? നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ലാളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓമനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അഡോറേഷൻ. കുഞ്ഞിനെ പറ്റി അഭിമാനിക്കുകയാണ്, കുഞ്ഞിനെ പറ്റി സന്തോഷിക്കുകയാണ്, കുഞ്ഞിനെ പറ്റി പൊക്കം പറയുകയാണ്. ഓ, ആ കുഞ്ഞിനെ ആ സ്നേഹ വായ്പ കൊണ്ട് മൂടുകയാണ്. അപ്പൊ ഇതാണ് ദൈവം തന്റെ ക്രിയേഷനോടുള്ള മനോഭാവം. ദൈവം എന്താണ് ചെയ്യുന്നത്? ഗോഡ് അഡോർ. അപ്പൊ ഈ അഡോറേഷൻ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആകണമെങ്കിൽ അത് മ്യൂച്വൽ അഡോറേഷൻ ആയിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മളിങ്ങനെ ഇരുന്ന് പുകഴ്ത്തുക, ദൈവത്തെ പുകഴ്ത്തുക, ദൈവത്തെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഓ ദൈവമേ നീ ഭയങ്കരനാകുന്നു, ദൈവമേ നീ വീരനാകുന്നു, ദൈവമേ നീ ഉന്നതനാകുന്നു, ദൈവമേ നീ അമർത്യനാകുന്നു, ദൈവമേ നീ അതാകുന്നു ഇതാകുന്നു, ഇങ്ങനെ പറഞ്ഞ് ദൈവം ഇതെല്ലാം കേട്ട് ഇങ്ങനെ ഈ കൊറിയയിലെ കിങ് ജോങ് ഇങ്ങനെ കേട്ട് രസിക്കുന്ന പോലെ അങ്ങനെ ഇരുന്ന് രസിക്കല്ല. ദൈവം തിരിച്ചു നമ്മെ പുകഴ്ത്തുകയാണ്, നമ്മെ വാഴ്ത്തുകയാണ്. അഡോറേഷൻ മ്യൂച്വൽ ആണ്. അപ്പോഴാണ് ലൈഫ് സൈക്കിളായി മാറുന്നത്, ജീവചക്രമായി മാറുന്നത്. ഇതാണ് ക്രിസ്ത്യൻ ലൈഫ്. അല്ലാതെ വർഷിപ്പ് സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു മോൺസ്റ്റർ ഗോഡ് അല്ല ക്രിസ്ത്യാനിയുടെ ദൈവം. മറിച്ച് മ്യൂച്വലി അഡോറേഷൻ നടത്തുകയാണ്. ഇപ്പം പിതാവ് പുത്രനെ എന്ത് ചെയ്യാണ്? സ്നേഹം കൊണ്ട് മൂടുകയാണ്. ആ സ്നേഹത്തെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. കാരണം പിതാവിന്റെ അഭിമാനമാണ് പുത്രൻ. ഇൻകാർണേറ്റ് ചെയ്ത പുത്രനെ പറ്റി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഐ ആം വെൽ പ്ലീസ്ഡ് വിത്ത് ഹിം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രസാദം നമുക്കെല്ലാം ഉള്ളതാണ്. അതായത് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം. ഓരോ വ്യക്തിയിലും വന്നിരുന്ന് ദൈവം പ്രസാദിച്ചു, അവന്റെ പേര് വെട്ടി ഇവനെ. ഹോൾ ഹ്യൂമൻ റേസ്. അപ്പം ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഐ ആം വെൽ പ്ലീസ്ഡ് വിത്ത് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ് ആണ്. ജീസസ് നോട്ട് ഓൺലി ഇൻ ജീസസ്, വി ഓൾ ബിലോങ് ടു ക്രൈസ്റ്റ്. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം ക്രിസ്തുവിൽ നമ്മെ എങ്ങനെ കാണുകയാണ്? ബ്ലെയിംലെസ്, ഹോളി ആൻഡ് ഇന്നസെന്റ്. അപ്പൊ അതാണ് മ്യൂച്വൽ അഡോറേഷൻ. അപ്പോ യേശു കർത്താവാകട്ടെ പറയാൻ പിതാവിനെ പറ്റിയേ ഉള്ളൂ. പിതാവ് ചെയ്ത് കാണുന്നല്ലാതെ പുത്രൻ തനിയെ ഒന്നും ചെയ്യുന്നില്ല. പിതാവിന് തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നെ ജീവനുള്ളവനാകുമാർ അവൻ വരം കൊടുത്തിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് സ്വന്തമായി ന്യായവിധി ഒന്നും നടത്താതെ എല്ലാ ന്യായവിധിയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ പിതാവിനെ പറ്റി പറയും. പിതാവാണ് പുത്രനെ പറ്റി പറയാ. പരിശുദ്ധ റൂഹ വരുമ്പോൾ എന്ത് ചെയ്യാണ്? പരിശുദ്ധ റൂഹായെ പറ്റിയാണ് പിന്നെ യേശു വന്നത്. പരിശുദ്ധ റൂഹ വന്നിട്ട് എന്ത് ചെയ്യാ? പിതാവിനെയും പുത്രനെയും കുറിച്ചുള്ള വെളിപ്പാടുകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുകയാണ്. ഇതാണ് ട്രിനിറ്റേറിയൻ ലൈഫ്. മ്യൂച്വൽ അഡോറേഷൻ ആണ്. പരസ്പരം പുകഴ്ത്തുകയാണ്, പരസ്പരം വാഴ്ത്തുകയാണ്, പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഈ അപ്രീസിയേഷനാണ് ലൈഫ്. ഈ ലൈഫാണ് നിങ്ങൾ ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ കാണുന്നത്. നിങ്ങൾ ഉത്തമഗീതം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയെ നീ സുന്ദരി, നീ സുന്ദരി തന്നെ, നീ സർവാംഗ സുന്ദരി. അന്നേരത്തേനും പ്രിയ പറയാണ്, 10,000-ങ്ങളിൽ പരമസുന്ദരനാണ് എന്റെ പ്രിയൻ, എൻകേദിയിലെ മൈലാഞ്ചി പൂങ്കുലയാണ്, മുന്തിരിത്തോട്ടങ്ങളിൽ നിൽക്കുന്ന മൈലാഞ്ചിയിലെ പൂങ്കുല പോലെ ഇരിക്കുന്നു, അവൻ താഴ്വരകളിലെ താമരയാണ്, പനിനീർ പുഷ്പമാണ്. അപ്പൊ എന്റെ പ്രിയെ നീ അതിസുന്ദരി, നീ സർവാംഗ സുന്ദരി, നീ ഊനമില്ലാത്തവളാകുന്നു, നിന്റെ സർവാംഗവും സൗന്ദര്യപൂർണ്ണയായിരിക്കുന്നു, മൂറും ലവംഗവും കൊണ്ട് സുഗന്ധപൂരിതമായി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ 8 അധ്യായമാണ്. 8 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഒരു റൗണ്ട് പ്രിയൻ പ്രിയയെ പുകഴ്ത്തിയാൽ അപ്പോൾ തന്നെ പ്രിയനെ പുകഴ്ത്തുകയാണ്. ഈ മ്യൂച്വൽ അഡോറേഷൻ ആണ് ക്രിസ്ത്യൻ ലൈഫ്.
അപ്പൊ നാം ക്രിസ്തുവിനെ പുകഴ്ത്തുമ്പോൾ, നാം ക്രിസ്തുവിനെ വർണ്ണിക്കുമ്പോൾ, നാം ട്രിനിറ്റിയെ പ്രൈസ് ചെയ്യുമ്പോൾ, ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുമ്പോൾ, ട്രിനിറ്റി എന്ത് ചെയ്യാണ്? നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, നമ്മളെ പുകഴ്ത്തുകയാണ്. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യുന്നില്ല? നമ്മളത് കേൾക്കുന്നില്ല, നമ്മളത് കേൾക്കുന്നില്ല. അപ്പൊ അത് കേൾക്കാനുള്ള കൃപ നമുക്ക് തരണമേ എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ നിത്യപ്രാർത്ഥന വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രഹസ്യ പ്രാർത്ഥനകളിൽ നമ്മൾ നോക്കുമ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് ഈ അപ്രീസിയേഷൻ കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ, ഞങ്ങളുടെ കാത് തുറന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ കേൾക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ സുറിയാനിക്കാരുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ കാത് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കാത് തുറന്നു തരുന്നത് എന്തിനാണ്? സ്വർഗീയമായിരിക്കുന്ന ഈ അനുഗ്രഹത്തെ കേൾക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. അപ്പൊ ഇതാണ് ക്രിസ്ത്യൻ ലൈഫ്. ഈ ക്രിസ്ത്യൻ ലൈഫാണ് ഈ ട്രിനിറ്റേറിയൻ ലൈഫ്. ആ ലൈഫിലേക്കാണ് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത്. അല്ല നമ്മൾ പാപത്തിൽ ജനിച്ചവരോ പാപികളോ ദോഷികളോ പാപത്തിൽ മാതാവ് ഗർഭം ധരിച്ചത് ദാവീദ് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാതെ ഒത്തിരി തെറ്റിദ്ധാരണ ആ വാക്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ പ്രത്യേകിച്ച് ഇന്ന് രാവിലെ നമ്മുടെ ഗ്ലോറിയസ് ദർബാറിൽ ചർച്ച ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ചാണ് ഈ സംശയം ചോദിച്ചാണ്, ദാവീദ് പാപത്തിൽ. അതവിടെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പം പൊതുവായിട്ട് പറഞ്ഞ എല്ലാവർക്കും അത് മനസ്സിലാകുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ കാര്യം പറഞ്ഞത്. ഇതാണ് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്. നരകത്തിന്റെ ചർച്ചകൾ ഒരു വശത്തൂടെ നീങ്ങുന്നുണ്ട്. ഇത്ര ഓമനിച്ച, ഇത്ര സ്നേഹിച്ച, ഇത്ര ലാളിച്ച ഈ മനുഷ്യവർഗത്തെ തീക്കകത്തോട്ട് ഇടുന്ന ദൈവമല്ല ദൈവം. പറഞ്ഞ കാര്യം പ്രവർത്തിക്കാൻ പരാജയപ്പെടുന്ന ഒരാളൊന്നുമല്ല ദൈവം. ദൈവം മനുഷ്യനായി വന്നപ്പോൾ പറഞ്ഞെന്നാ 70 വട്ടം ക്ഷമിക്കണമെന്നാണ്. അൺകണ്ടീഷണൽ ലവ് ആണ്. ഫോർഗീവ്നെസ്, എൻലെസ്, ഇൻഫിനിറ്റ് ടൈമാണ് ഫോർഗീവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ക്ഷമിക്കാനും അങ്ങനെ സ്നേഹിക്കാനും നമ്മോട് ആവശ്യപ്പെട്ട ദൈവം, അങ്ങനെ ക്ഷമിക്കാനും അങ്ങനെ സ്നേഹിക്കാനും പരാജയപ്പെടുന്നവൻ, അതിന് കഴിയാതെ പരാജയപ്പെട്ട് അരിശം വന്ന് നമ്മെ തീക്കകത്തിടുമെന്നുള്ള വികലമായ ദൈവസങ്കല്പം എല്ലാ ഹൃദയങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. എല്ലാ കറയും എല്ലാ കൺവെൻഷനുകളും എല്ലാ കുറ്റബോധവും എല്ലാ ഗിൽറ്റ് കോൺഷ്യസും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകട്ടെ. പൗലുസ്ലിയ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൂഷണങ്ങളും കുറ്റാരോപണങ്ങളും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകട്ടെ. എല്ലാ ദുർഗുണങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കാണേണ്ടതുപോലെ ക്രിസ്തുവിനെ കാണുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ, ഈ കോൺഷ്യസ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുവാൻ, ഈ എൻലൈറ്റ്മെന്റിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം എൽദോ പെരുന്നാളിന്റെ ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. ഞാൻ ഈ ദാവീദിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാവീദിന് ഈ മുത്തശ്ശിയായ രൂത്തിന്റെ കുടുംബക്കാരുടെ ചില ഗുണഗണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ദാവീദിന്റെ ലൈഫ് നമ്മൾ നോക്കും പറയും, വിടാതെ പിന്തുടരുകയും ശത്രുക്കളെ തുരത്തുകയും ആ ഒരു പോരാട്ട വീര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദാവീദിൽ. ദാവീദ് ഒരിക്കല് മോവാബ് രാജാവിന്റെ അടുക്കൽ തൻ്റെ അപ്പനെയും അമ്മയും ഏൽപ്പിച്ചിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. മോവാബ് രാജാവിൻ്റെ അടുക്കൽ കാവലിനായിട്ട് ഏൽപ്പിക്കുകയാണ് അപ്പനെയും അമ്മയും. ഒരു ബ്രദറിനെയും അപ്പനെയും അമ്മയും മോവാബ് രാജാവിനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. അവിടെ നമ്മൾ യഹൂദന്മാരുടെ ചരിത്രം പറയുന്നത് മോവാബ് രാജാവ് അവരെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. സഹോദരനെ കൊന്നില്ല, മറിച്ച് അപ്പനെയും അമ്മയും മോവാബ് രാജാവ് കൊന്നുകളഞ്ഞു. നമ്മൾ യഹൂദന്മാരുടെ പാരമ്പര്യം നമ്മൾ പഠിക്കുമ്പോൾ അവര് പറയുന്ന സ്റ്റോറിയാണിത് ദാവീദിനെ സംബന്ധിച്ച്. 1 ശമൂവേൽ 22 അധ്യായം 3 വാക്യത്തിൽ, അനന്തരം ദാവീദ് അവിടെ വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്നു.
മോവാബ് രാജാവിനോട്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നറിയുവോളം എന്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർപ്പാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ അവരെ മോവാബ് രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ദാവീദ് ദുർഗത്തിൽ താമസിച്ച കാലമൊക്കെയും അവർ അവിടെ പാർത്തു. ദാവീദ് പോയി ദുർഗത്തിൽ താമസിക്കുകയാണ്. ഒളിവിൽ താമസിക്കുന്ന സമയത്ത് ഈശായിയും നിസ്ബത്തും ദാവീദിന്റെ ഒരു ബ്രദറും മോവാബ് രാജാവിനോട് കൂടിയായിരുന്നു. നമ്മൾ ബൈബിളിൽ കാണുമ്പോൾ ദാവീദിന്റെ അപ്പനും അമ്മയും താമസിച്ചു വന്നേ ഉള്ളൂ. പക്ഷെ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ ഒരു ബ്രദറും അവിടെ താമസിച്ചു എന്നാണ് കാണുന്നത്. അതാണ് ആ സംഭവത്തിന്റെ പശ്ചാത്തലം. പിന്നീട് നമ്മള് ശമൂവേൽ 2-ാം പുസ്തകം വരുമ്പോൾ പിന്നെ ഈ ദാവീദ് മോവാബ്യരെ കൊന്നു മുടിക്കുന്നുണ്ട്. മോവാബ്യ സൈന്യത്തിൽ 2/3 ദാവീദ് സംഹരിക്കുന്നുണ്ട്. അതിന്റെ കാരണം ദാവീദിന്റെ അപ്പനെ അമ്മയും മോവാബ്യർ കൊന്നു. ദാവീദിന്റെ സഹോദരനെ ജീവനോടെ വിട്ടു, സഹോദരൻ ജീവനോടെ രക്ഷപ്പെട്ടു. അപ്പൊ താൻ മോവാബ് രാജാവിനെ ഏൽപ്പിച്ച 3 പേരിൽ 2 പേർ കൊല്ലപ്പെട്ടു. അതിന്റെ പ്രതികാരം ദാവീദ് തീർക്കുന്നത് ഈ മോവാബ്യ സൈന്യത്തിന്റെ 2/3 കൊന്നുകൊണ്ടാണ്, കൃത്യമായി പകരം വീട്ടുന്നതായിട്ട്. ഇതൊക്കെ ഈ അത്തരത്തിലുള്ള പോരാട്ട വീര്യങ്ങൾ, അതൊക്കെ ആ ബ്ലഡ് സ്ട്രെയിനിൽ നിന്ന് വരുന്ന, അതാ മൊവാബ്യ ബ്ലഡ് സ്ട്രെയിൻ ആണ് ദാവീദിൽ വന്ന അതിന്റെ പ്രതിഫലനമാണെന്നൊക്കെയാണ് യഹൂദന്മാർ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്നു. ഞാൻ ദാവീദിനും ക്രിസ്തുവുമായിട്ടുള്ള ഈ കമ്പാരിസൺ ആണ് പറഞ്ഞത്. ദാവീദ് പാപത്തിൽ ജനിച്ചു എന്ന് എഴുതിയിരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലവും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ സമയത്ത് ദാവീദ് പുത്രനായ ഈശായി നന്ദനായ ദാവീദിന്റെ പുത്രനായ ദാവീദ് പുത്ര എന്നാണല്ലോ കർത്താവിനെ വിളിക്കുന്നത്. അതുകൊണ്ട് ഈ യേശു കർത്താവിന്റെ ജനനത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ സഭ തയ്യാറെടുക്കുകയാണ്. ക്രിസ്തുമസ് അടുത്തു വരികയാണ്. ഭാഗ്യകരമായ എൽദോ നോയമ്പിന്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. മേ ഗോഡ് ബ്ലസ് യു. 9 മാസം മറിയാമേന്തി ജനകേശൻ തൻ വയമായി വാഴോനെ പേരിലമന്നോൻ വാളുദരത്തിൽ തേജോധാരി പാഴ്ത്തുണികൾ ചൂറ്റി നാരനായി ദൈവം സുതസഞ്ചയമൊത്താദാമിനെ സംരക്ഷിപ്പാനാശ്ചര്യം. ഏന്തി മറിയാം സർവം ഭരണി ഉദ്ഘോഷിച്ച സ്ഫുടമവനോടേവം ഉന്നതസൂനോ നരവംശത്തെ സംരക്ഷിപ്പാൻ ഇത് മുഴുതാണെത്തി നെയ്യാർന്നോനെ നിഖിലാദീശാത്മജനെ നിൻ മാതാവാകും ഞാൻ.